ഹലോ ഗായ്സ്, ഇത് സൺഡേ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇന്ന് മുത്തുവും എൻ്റെ ഫ്രണ്ട് മുത്തുവും ധന്യയുടെ ഫ്രണ്ട് പ്രിയങ്കയും കൂടി ഞങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ നേരെ കടവൂർ പള്ളി പോകാമെന്ന് വെച്ച് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് കടവൂർ പള്ളിയുടെ ഉത്സവം തുടങ്ങി. ഈ നവംബർ 9 മുതലാണ് ഉത്സവം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇവർ മൊത്തം ലൈറ്റെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നിന്ന് മെഴുകുതിരിയും വാങ്ങിച്ച് അസ്നമോളും ഞാനും കൂടെ കയറുന്ന് കത്തിച്ചു. പിള്ളേരെല്ലാം ലൈറ്റ് ചെയ്ത് ക്യാൻഡിൽസ്. അങ്ങനെ പള്ളിയുടെ ബാക്കിലെ കുരിശടിയിലോട്ടാണ് ഞങ്ങൾ പോയത്. കുരിശടി ഭയങ്കര ശക്തിയുള്ള കുരിശടിയാണ്. പണ്ട് മുതലേ എനിക്കൊരു ശീലമുണ്ട്, കടവൂർ ശിവനെയും കണ്ടിട്ട് നേരെ കുരിശടി വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളൊന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ഇനി ഏത് ദൈവമാണെന്നൊന്നുമില്ല. നമ്മളൊന്ന് മനസ്സുരുകിയ ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുള്ളൂ. സത്യം തന്നെയാണ്. ഞങ്ങളുടെ ഈ ലൈഫ് തന്നെ അതിൻ്റെ ഉദാഹരണമാണ്. അങ്ങനെ ഹർജിത്തിൻ്റെയും ഹർദേവിൻ്റെയും ഹസ്നയ്ക്കയുടെ എല്ലാം പഴയ കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം പള്ളി ചുറ്റിയിരുന്ന് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് ലൈറ്റൊക്കെ വെച്ച് നല്ല കിടിലുമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസിന് ഇതേപോലെ ഇവർ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കൊടിമരം കണ്ടില്ലേ, ഫുൾ വൈബ്. അങ്ങനെ പുണ്യാളന് ഒരു ബൈയും പറഞ്ഞ് ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാനായിട്ട് മീൻ റെസ്റ്റോറൻറ്റിലോട്ട് പോയി. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്ലാന് മാറി, അസാധുവിലോട്ട് പോകാമെന്ന് വെച്ച്. അങ്ങനെ പോകുന്ന വഴിക്ക് ഹർദേവ് മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയും സിസ്റ്ററും കൂടെ അവിടെ ഉണ്ടായിരുന്നു. കുറേ നേരം സംസാരിച്ചു. അവരാണ് പറഞ്ഞത് ആസാദ് പുതിയ മാനേജ്മെൻറ്റ് ഏറ്റെടുത്തു. അപ്പം ഞങ്ങൾ ആസാദിലോട്ട് പോയി. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് 30-45 മിനിറ്റെങ്കിലും മിനിമം വെയിറ്റിംഗ് പീരീഡ് ആവുമെന്ന് വെച്ച്. ഹർദേവ് മോനും ഹർജീത്തിനൊന്നും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി, റമീസിലോട്ട് പോയി. അങ്ങനെ റമീസിലോട്ടാണ് ഞങ്ങൾ പോയത്. ഒരുപാട് തിരക്ക് കുറവുണ്ടായിരുന്നു. പണ്ട് നമ്മൾ നല്ല വെയിറ്റ് ചെയ്തേ സീറ്റ് കിട്ടത്തുള്ളായിരുന്നു. ഹർദേവ് മോനാണെങ്കിൽ നല്ല പിണങ്ങി നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. തന്നെ ഒരു സെൽഫിയൊക്കെ എടുത്തു. ജാക്കിക്ക് കുറച്ച് പാർസൽ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ജാക്കിക്ക് പാർസലും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. മുത്തുവിനും പ്രിയങ്കയ്ക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്